ഹായ് ഫ്രണ്ട്സ്, മാവിൻ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ്. സോഷ്യൽ മീഡിയ ത്രൂ നമ്മൾ നമ്മുടെ കമ്പനീനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മൾ വീഡിയോസോ അല്ലെങ്കിൽ റീൽസോ കാര്യങ്ങളൊക്കെ കാണുന്നതിന്റെ ഇടയിലൂടെ സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് വന്നിട്ടുള്ളത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും? അതിൽ നമുക്ക് ആ ഒരു അഡ്വർടൈസ്മെന്റിന്റെ അടിയിലായിട്ട് ചിലപ്പോൾ അപ്ലൈ നൗ അല്ലെങ്കിൽ ലേൺ മോർ, ബുക്ക് നൗ, ഓർഡർ നൗ, സൈൻ അപ്പ്, ചിലപ്പോൾ ഒരു ലീഡ് ഫോം സബ്മിറ്റ് ചെയ്യാനുണ്ടാവും. ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയായിരിക്കും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്കിൽ നമുക്കൊരു അക്കൗണ്ട്. ഇപ്പൊ ഓൾറെഡി നമുക്കിപ്പോ എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവും. ഓക്കെ, അത് നമ്മുടെ ഫോണിലായിരിക്കും. സോ ആ അക്കൗണ്ട് നമുക്ക് സിസ്റ്റത്തിൽ നമുക്ക് ലോഗിൻ ചെയ്താൽ മതി. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്റെ ഈ ഒരു സിസ്റ്റത്തിൽ ഓൾറെഡി അക്കൗണ്ട് ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി ഫേസ്ബുക്കിൽ നിന്ന് അടിച്ചപ്പോൾ തന്നെ ആ ഒരു അക്കൗണ്ട് വന്നത്. നിങ്ങളിപ്പോ ഫസ്റ്റ് ടൈം ആണ് എടുക്കുന്നത് എങ്കിൽ യൂസർ നെയിമും പാസ്വേഡും കൊടുത്താൽ മതി. അതെല്ലാം ഇനി ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ഒരു അക്കൗണ്ട് പുതിയതായിട്ട് സിസ്റ്റത്തിൽ തന്നെ ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കണ്ടു പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. സോ അത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ മുൻപേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേജുകളാണ്. ഓക്കെ, നമുക്കിനി ഒരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യണം. ഇതില് ക്രിയേറ്റ് ന്യൂ പേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ ഈ ഒരു പേജസിന്റെ ഇങ്ങനെയുള്ളത് വരില്ല, കാരണം ഇത് ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് പേജുകളൊക്കെ മുൻകൂട്ടി ക്രിയേറ്റ് ചെയ്ത് ഇട്ടിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ് എങ്കിൽ ഇതേപോലെ പേജിന്റെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം വരും. ഇപ്പൊ ഒരു പുതിയതായിട്ട് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. ഇതിൽ ക്രിയേറ്റ് ന്യൂ പേജ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു പേജ് ത്രൂ ആയിട്ടാണ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോകുന്നത്. നമ്മുടെ അക്കൗണ്ട് എന്ത് പേരിലും ആകട്ടെ, നമ്മുടെ പേരാകാം അല്ലെങ്കിൽ എന്ത് ഇതിലായിക്കോട്ടെ നമ്മുടെ അക്കൗണ്ടിന്റെ പേര്, അതില് ഒരു പ്രശ്നമില്ല. നമ്മൾ ബിസിനസ് പേജ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഈ പേജ് ത്രൂ ആയിരിക്കും നമ്മുടെ അഡ്വർടൈസ്മെന്റ് പോകുന്നത്. ഈ ഒരു പേജ് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പേര് കൊടുക്കാം. എന്താണോ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ആ ഒരു പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. ചിലപ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എന്തെങ്കിലും സർവീസസ് വേണമെങ്കിൽ കൊടുക്കാം. നമ്മുടെ ഇഷ്ടമാണ്. കാരണം ഈ ഒരു അഡ്വർടൈസ്മെന്റ് ഈ ഒരു പേജ് ത്രൂ ആണ് പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഓഡിയൻസ് ചിലപ്പോൾ ആഡ് കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ പേജിലോട്ടേക്ക് കയറുവാണെങ്കിൽ ഈ ഒരു പേജ് ആയിരിക്കും അവർക്ക് കാണാം. അപ്പൊ കുറച്ചും കൂടി അവർക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കിട്ടാനായിട്ട് ഈ ഒരു പേജ് കുറച്ചും കൂടി നല്ലതാണ്. അപ്പോൾ ഈ ഒരു പേജിന് നെയിം നമ്മുടെ കമ്പനി നെയിമോ എന്താണോ നമുക്ക് കൊടുക്കാൻ ഇഷ്ടം ആ ഒരു പേര് നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാനിപ്പോ ഈ ഒരു പേജിന് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നൊരു പേര് മാത്രമേ ഞാനിപ്പോ ജസ്റ്റ് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, ഞാൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഒരു പേജിന്റെ നെയിം കൊടുത്തത്. കാറ്റഗറി എന്ത് ബേസ് ചെയ്തിട്ടുള്ള കാറ്റഗറി ആണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ട്രാവലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പേജ് ആണ് നമ്മുടെ കമ്പനി. ഇപ്പോൾ ട്രാവലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആണെങ്കിൽ ആ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ. ഇവിടെ കാറ്റഗറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ട് വരും. സോ നമുക്കത് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ് എടുക്കുകയാണ്. ഇനി നമുക്ക് വേറെയും ആഡ് ചെയ്യണം, വേറെയും കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ കണ്ടോ, ഇത് സെർച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതിന്റെ അടിയിൽ വരും. ഏതെങ്കിലും കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, പിന്നുള്ളതാണ് ബയോ. ഇത് ഓപ്ഷനിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് ഇപ്പോൾ ഓഡിയൻസ് ആയാലും ഈ ഒരു ആഡ് കാണുമ്പോൾ നമ്മുടെ ഈ ഒരു പേജിലോട്ടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ പേജിന്റെ ഡീറ്റെയിൽ ആയിട്ട് കിട്ടാനായിട്ട്, കാര്യങ്ങൾ അറിയാനായിട്ട് അപ്പോൾ ബയോയും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഞാൻ ബയോ കൊടുത്തു. ഇതിന് ശേഷം ക്രിയേറ്റ് പേജ് കൊടുക്കാം.
ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റിന്റെ URL കൊടുക്കാം. വെബ്സൈറ്റ് ഇല്ല എങ്കിൽ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, കൊടുക്കണമെന്നില്ല. ഇപ്പൊ നമുക്കിപ്പോ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉള്ളത് കാരണം ഇപ്പൊ ഞാൻ ആ വെബ്സൈറ്റിന്റെ URL ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ മൊബൈൽ നമ്പർ കൊടുക്കണം. നമ്മുടെ മെയിൽ ID കൊടുക്കാം. ഓക്കെ, ഇനി നമ്മുടെ ആ ഒരു കമ്പനിയുടെ അഡ്രസ്സ്. സോ നമ്മുടെ കമ്പനി ബേസ് ചെയ്തിട്ടുള്ള പേജ് ആണല്ലോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കമ്പനി എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു അഡ്രസ്സും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. സിറ്റി കൊടുക്കാം. നമ്മുടെ കമ്പനിയുടെ ഓപ്പണിംഗ് അവേഴ്സ് കൊടുക്കാം. ഇപ്പോ ഓൾവേസ് ഓപ്പൺ 24 hours ഈ ഒരു കമ്പനി ഓപ്പണിംഗ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നോ അവേഴ്സ് അവൈലബിൾ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കത് ഷെഡ്യൂൾ ചെയ്തിടാം. കണ്ടോ, ഇപ്പോ മൺഡേ തുടങ്ങി ഇപ്പോ സാറ്റർഡേ വരെ ഉള്ളു ഓപ്പണിങ്ങും ക്ലോസിങ്ങും. ഓപ്പണിംഗ് ടൈം നമുക്ക് കൊടുക്കാം. ഇപ്പോ ഇന്ന ടൈം തുടങ്ങി, ഇപ്പോ 9 മണി തുടങ്ങി, ക്ലോസിംഗ് ടൈം 5 മണി വരെയാണ്, മൺഡേ ടു സാറ്റർഡേ വരെ, അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടൈം സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ട് സേവ് കൊടുത്താൽ മതി. ഞാനിപ്പോ ഈ ഒരു ഇതിന് നോ അവേഴ്സ് അവൈലബിൾ കൊടുക്കുവാണ്. ഓക്കെ, ഇതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോ അവിടെ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇൻട്രോയിൽ കിടക്കുന്ന കണ്ടോ, പേജിന്റെ പേരും അഡ്രസ്സും നമ്പറും നമ്മുടെ മെയിൽ ID വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഗോ ടു പേജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പേജിലോട്ടേക്ക് കയറി. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത പേജ്. നമുക്കിനി ലോഗോ കൊടുക്കാം. ഇവിടെ ഈ ഒരു പ്രൊഫൈൽ ഫോട്ടോയില് ഭൂരിഭാഗം പേരും ചൂസ് ചെയ്യണത്, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലത് നമ്മുടെ കമ്പനിക്ക് ഒരു ലോഗോ ഉണ്ടാവും. ആ ലോഗോ നമുക്ക് പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. കമ്പനി ബേസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. ഇതില് അപ്ലോഡ് ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഞാൻ മുന്നേ എടുത്തു വെച്ച ഒരു ഫോട്ടോ ആണ് ഞാൻ പ്രൊഫൈൽ ആയിട്ട് ഇട്ടത്. സേവ് കൊടുക്കാം. ഓക്കെ, പ്രൊഫൈൽ ഫോട്ടോ ആയി. ഇനി കവർ ഫോട്ടോ കൊടുക്കാം. ഓക്കെ, ഇനി സേവ് ചേഞ്ചസ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടുത്തെ ലിങ്ക് യുവർ വാട്സപ്പ് അക്കൗണ്ട്, കണക്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈല്, നമുക്ക് ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. കാരണം നമുക്ക് ഫേസ്ബുക്കിൽ നമുക്ക് സെപ്പറേറ്റ്ലി ആഡ്സ് മാനേജർ ഉണ്ട്.
പക്ഷെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ സെപ്പറേറ്റ്ലി നമുക്ക് ആഡ്സ് മാനേജർ ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോ ഈ ഒരു ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ ഈ ഒരു കമ്പനിയുടെ പേര് വെച്ചിട്ട് തന്നെ നമ്മളൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിന് നമുക്ക് എന്നിട്ട് കണക്ട് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും. കണ്ടോ, കണക്ട് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനിയിപ്പോ വാട്സാപ്പ് ആണെങ്കിൽ നമുക്ക് ഇത് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ അവിടെ കൊടുത്ത നമ്പർ ആയതുകൊണ്ടാണ് ഓട്ടോമാറ്റിക്കലി വന്നത്. ഇനി സെൻഡ് വാട്സപ്പ് കോഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു കോഡ് നമ്മുടെ വാട്സപ്പിൽ വരും. ആ കോഡ് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജും നമ്മുടെ വാട്സപ്പും തമ്മിൽ കണക്റ്റഡ് ആയി. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാം കണക്ട് ചെയ്ത് വെക്കുന്നതിന് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ്ലി നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ആഡ്സ് മാനേജർ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതിലൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഫേസ്ബുക്കിൽ നമ്മൾ കൊണ്ട് കണക്ട് ചെയ്തിടും. അപ്പൊ ഫേസ്ബുക്കിൽ ആഡ് റൺ ആവുന്ന അതേ ടൈമിൽ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ആഡ് റൺ ആയിക്കോളും. പിന്നെ ഇപ്പോ ചില ആഡുകളൊക്കെ കാണും, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അതിൽ ചിലപ്പോൾ ഒരു ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ വാട്സാപ്പിലോട്ടേക്ക് ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഒരു മെസ്സേജ് ഉണ്ടാവും, അത് വാട്സാപ്പിലോട്ടേക്ക് ആയിരിക്കും പോവുക. അങ്ങനെ ഒരു മെസ്സേജ് വരുവാണെങ്കിൽ നമുക്ക് ആ ഒരു കസ്റ്റമറിന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുകയും ചെയ്യും. അവരായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണമെങ്കിൽ നമുക്ക് വാട്സപ്പായിട്ട് നമ്മുടെ ഒരു പേജ് കണക്ട് ചെയ്തിടുവാണെങ്കിൽ കുറച്ചും കൂടി അത് നല്ലതായിരിക്കും. അങ്ങനെ നമ്മുടെ ആഡ് റൺ ആയി കഴിയുമ്പോൾ അവർക്ക് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ഇതൊന്നും ഞാൻ വാട്സപ്പ് ആയിട്ടോ ഇൻസ്റ്റാഗ്രാം ആയിട്ടോ ഒന്നും ഞാൻ കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ ഇനി ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യണമല്ലോ. ഫേസ്ബുക്ക് അഡ്വർടൈസ്മെന്റ് ചെയ്യാനായിട്ട് മെറ്റാ ബിസിനസ് സ്യൂട്ട് ഉണ്ട്. സോ അത് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ശേഷം താഴെ ഓൾ ടൂൾസ് ഉണ്ട്. ഇവിടെ ഒരു ഡാഷ്ബോർഡിൽ കണ്ടോ, ഇവിടെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് കിടക്കുന്നുണ്ട്. പക്ഷെ ഇൻസ്റ്റഗ്രാമിന്റെ കണ്ടോ, നമുക്ക് വേണമെങ്കിൽ ഇതേ സെയിം തന്നെ ഒരു അക്കൗണ്ട് ഇൻസ്റ്റഗ്രാമിലും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കണക്ട് ഇൻസ്റ്റഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടി കണക്ട് ആവും. അപ്പൊ ഈ ഒരു ഫേസ്ബുക്കിൽ ആഡ് ഇടുന്ന അതേ ടൈമിൽ ആഡ് റൺ ആവുന്ന അതേ ടൈമിൽ തന്നെ ഇൻസ്റ്റഗ്രാമിലും ആഡ് റൺ ആയിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഓൾ ടൂൾസ് എടുക്കാം. മെറ്റാ ബിസിനസ് സ്യൂട്ടിൽ ഓൾ ടൂൾസ്, അതില് അഡ്വർടൈസില് ആഡ്സ് മാനേജർ. ഓക്കെ, ഇതാണ് ഫേസ്ബുക്ക് ആഡിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഇതിപ്പോ മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആഡിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ ഫസ്റ്റ് ടൈം എടുക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ഇവിടെ കാണില്ല. ഈ ഒരു ഓഫ് ഓൺ, ക്യാമ്പയിൻ, ഡെലിവറി, ബിഡ് സ്ട്രാറ്റജി, ബഡ്ജറ്റ്, ഇങ്ങനെയുള്ള ഈ ഒരു ഡീറ്റെയിൽസ് മാത്രമേ ഈ ഒരു ഡാഷ്ബോർഡിൽ അവൈലബിൾ ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതിപ്പോ ഇത് മുന്നേ ചെയ്ത ആഡിന്റെ ഇതൊക്കെ ഉള്ള കാരണമാണ് ഇതേപോലെ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ക്യാമ്പയിൻ റൺ ആവുകയാണ്. ഇപ്പൊ ഇത് ആക്റ്റീവ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആണെങ്കിൽ ഇവിടെ ഈ ഡെലിവറിയുടെ അവിടെ തന്നെ ആക്റ്റീവ് എന്ന് കാണിക്കും. ഇതിന് റിസൾട്ട് കാണിക്കും, എത്ര റീച്ച് ഉണ്ട്, എത്ര ഇംപ്രഷൻ ഉണ്ട്, ഇതിന് എത്ര എമൗണ്ട് ചെലവായി, കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. ഓക്കെ, ഇതിപ്പോ നമ്മളിപ്പോ റൺ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആഡ് നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ ഈസ് ഓൺ ആണ്, ഇവിടെ നമുക്ക് ഓഫ് ചെയ്ത് വിട്ടു കഴിഞ്ഞാൽ ഇപ്പോ ഈ ക്യാമ്പയിൻ റൺ ആയിക്കൊണ്ടിരിക്കുന്നത് ക്യാമ്പയിൻ ഓഫ് ആയിക്കോളും. ഓക്കെ, നമ്മൾ ആഡിനെ പറയുന്ന വേറൊരു പേരാണ് ക്യാമ്പയിൻ. ഇപ്പൊ ചിലർ പറയും ക്യാമ്പയിൻ റൺ ചെയ്യും. ഇവിടെ കണ്ടു ക്യാമ്പയിൻ ഈസ് ഓഫ്. ക്യാമ്പയിൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ആഡിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ക്യാമ്പയിൻ. ഓക്കെ, ഇതിനുശേഷം നമുക്ക് ആഡ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആവണമെങ്കിൽ ഇവിടെ ഒരു ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യാം, ക്രിയേറ്റ് എടുക്കാം. ഇതിനുശേഷം കണ്ടോ, ചൂസ് എ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ്, അവയർനെസ്, ട്രാഫിക്, എൻഗേജ്മെന്റ്, ലീഡ്സ്, പ്രൊമോഷൻ, സെയിൽസ്. ഈ 6 കാര്യങ്ങളാണ് നമുക്ക് ഫേസ്ബുക്കിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്, ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്.
ഓക്കെ, അവയർനെസ് എന്ന് പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കമ്പനി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മറ്റുള്ളവരിലോട്ടേക്ക് എത്തിക്കാനായിട്ട് ഇപ്പൊ ഈ അവയർനെസ് നമ്മളോട് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിന് താഴെ കുറച്ച് ഇവിടെ വരുന്ന കണ്ടോ, അവയർനെസിന്റെ സൈഡിൽ തന്നെ ഗുഡ് ഫോർ റീച്ച്, ബ്രാൻഡ് അവയർനെസ്, വീഡിയോ വ്യൂ, സ്റ്റോർ ലൊക്കേഷൻ അവയർനെസ്. അതുകൊണ്ടുള്ള യൂസ്ഫുൾ എന്താന്നുള്ളത് നമ്മൾ ഓരോ ക്യാമ്പയിനും സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റീവും സെലക്ട് ചെയ്യുമ്പോൾ അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് ട്രാഫിക് എടുക്കുവാണെങ്കിൽ കണ്ടു, ലിങ്ക് ക്ലിക്ക്, ലാൻഡിംഗ് പേജ് വ്യൂ, മെസ്സേജ് വരാനായിട്ട് മെസ്സഞ്ചറിൽ, നമ്മുടെ ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലോ വാട്സാപ്പിലോ ഒക്കെ മെസ്സേജ് വരാൻ, കോൾസ് വരാനായിട്ട്. ട്രാഫിക് എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ട്രാഫിക് കൂട്ടുക എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഓൾറെഡി ഒരു വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ അതിലോട്ടേക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ ഉള്ള ഒരു ആഡ് ആണ് ട്രാഫിക് എന്ന് പറയുന്നത്. ഓക്കെ, എൻഗേജ്മെന്റ് എന്ന് പറയുവാണെങ്കിൽ അതിന്റെ ഗുഡ് ഫോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മെസ്സഞ്ചറിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലും ഒക്കെ മെസ്സേജ് വരാൻ, വീഡിയോ വ്യൂ ചെയ്യാനായിട്ട്, പോസ്റ്റ് എൻഗേജ്മെന്റിന്. ഇപ്പൊ ഈ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം ആൻഡ് വാട്സാപ്പ് പറഞ്ഞിട്ടുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കണക്ട് ചെയ്യുന്ന ഒരു ഓപ്ഷൻ. ഇൻസ്റ്റാഗ്രാമും വാട്സാപ്പും കണക്റ്റഡ് ആണെങ്കിൽ മാത്രമേ അതിലോട്ടേക്ക് നമുക്ക് മെസ്സേജ് വരുള്ളൂ കേട്ടോ. ഇപ്പോ ഇതിൽ ഞാൻ കണക്ട് ചെയ്തിട്ടിട്ടില്ല. ഓക്കെ, കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ മെസ്സേജ് വരാനുള്ള ഒരു ഓപ്ഷൻ വരത്തുള്ളൂ. പിന്നെ ഉള്ളത് ലീഡ്സ് ആണ്, ഒരു ഫോം ആണ്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആഡ് ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ലീഡ് ഫോം ഉണ്ടാവും. നമുക്ക് അതിൽ വേണമെങ്കിൽ ആ ഒരു കസ്റ്റമറിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ഫസ്റ്റ് നമ്മുടെ ഒരു കമ്പനീനെ കുറിച്ചുള്ള ഒരു ഇൻട്രോ ഉണ്ടാവും, ചിലപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ടാവും, ആ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിനുശേഷം അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് എന്താണോ കളക്ട് ചെയ്യേണ്ടത്, ഫോൺ നമ്പർ ആണോ, അതോ അവരുടെ നെയിം ആണോ, അതോ അവരുടെ മെയിൽ ഐ ഡി ആണോ, അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ആണോ, എന്താണോ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ ഒരു ലീഡ് ഫോമിൽ നമുക്കത് വേണമെങ്കിൽ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതൊരു ഫോമിനെ സംബന്ധിച്ചുള്ള ഒരു ആഡ് ആണ് ലീഡ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ആപ്പ് പ്രൊമോഷൻ ആണ്. ചില അഡ്വർടൈസ്മെന്റിൽ കണ്ടില്ലേ, ഇൻസ്റ്റാൾ നൗ, ഡൗൺലോഡ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്, ഒരു ആപ്പിന്റെ പ്രൊമോഷൻ ആണ് ആപ്പ് പ്രൊമോഷൻ ആഡിൽ വരുന്നത്. നമുക്ക് ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഡയറക്റ്റ് അതിന്റെ ആഡ് ചെയ്യാൻ പറ്റും. സോ അത് കാണുമ്പോൾ ഇൻസ്റ്റാൾ നൗ അല്ലെങ്കിൽ ഡൗൺലോഡ് നൗ കൊടുത്തു കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് ആപ്പ് പ്രൊമോഷൻ എന്ന ആഡ്. ഓക്കെ, ലാസ്റ്റ് ആണ് സെയിൽസ്. സെയിൽസിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ കൂടെ നമ്മൾ ഒരുപാട് കളക്ഷൻസ് കണ്ടിട്ടുണ്ടാവും. നമുക്കത് സ്കിപ്പ് ചെയ്ത് ഇങ്ങനെ മാറ്റാൻ പറ്റുന്നത്. പ്രൊഡക്റ്റ് ബേസ് ആയിട്ട് ഇപ്പോൾ മീഷോ, മിന്ത്ര അങ്ങനെയുള്ള സൈറ്റിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ഇൻസ്റ്റഗ്രാമിൽ വരാറുണ്ട്. നമ്മളത് ഇപ്പോൾ ഡ്രസ്സ് ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, അത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പൊ ഡയറക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഷോപ്പ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും ചിലപ്പോൾ കോൾ ടു ആക്ഷൻ ബട്ടൺ ആയിട്ട് അവർ ഈ ഒരു സെയിൽസ് ആഡിന് കൊടുത്തിട്ടുണ്ടാവും. സോ ഷോപ്പ് നൗ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡയറക്ട്ലി അവരുടെ സൈറ്റിലോട്ടേക്ക് ആയിരിക്കും പോവുക, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഡയറക്ട്ലി മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും പോവുക. ഇതൊക്കെയാണ് ഈ ഒരു ഫേസ്ബുക്ക് ആഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ഒരു ആഡ് ചെയ്യാം, ക്യാമ്പയിൻ ആഡ്, അവയർനെസ് ആഡ് നമുക്കിപ്പോ ചെയ്യാം. ഇത് നമുക്ക് അവയർനെസ് ചൂസ് ചെയ്യാം, അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് ആഡിന് 3 സ്ട്രക്ചർ ആണ് ഉള്ളത്. ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്. ഈ മേലെ കണ്ടോ, ക്യാമ്പയിൻ, ആഡ് സെറ്റ്, ആഡ്, ഇങ്ങനെയുള്ള 3 സ്ട്രക്ചർ ആണ് നമുക്ക് ഫേസ്ബുക്ക് ആഡിനുള്ളത്. ഇതിന്റെ ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ ന്യൂ അവയർനെസ് ക്യാമ്പയിൻ എന്നാണ് പറയുന്നത്. ഇതൊരിക്കലും ഓഡിയൻസിന് വിസിബിൾ ആയിരിക്കില്ല. ഇതിപ്പോ നേരത്തെ ഞാനൊരു ഡാഷ്ബോർഡ് കാണിച്ചപ്പോൾ ഞാനതിൽ ഒരുപാട് ആഡ് ചെയ്തതിന്റെ ലിസ്റ്റ് കണ്ടില്ലേ. സോ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നത്. കാരണം ഒരുപാട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏത് ദിവസം എന്തിനു വേണ്ടി ചെയ്ത ആഡ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല. കാരണം എല്ലാത്തിനും ഇപ്പൊ അവയർനെസ് ക്യാമ്പയിൻ, ഇപ്പൊ അവയർനെസ് ക്യാമ്പയിന് തന്നെ ഒരു 5 ആഡ് ചെയ്തെന്നിരിക്കാം. വേറെ വേറെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ സർവീസസോ ബേസ് ചെയ്തപ്പോൾ അവയർനെസ് ആഡ് ഞാൻ ഒരു 5 എണ്ണം ക്രിയേറ്റ് ചെയ്തു. ഇപ്പൊ എല്ലാത്തിന്റെയും നെയിം കിടക്കുക, ക്യാമ്പയിൻ നെയിം കിടക്കുക, അവയർനെസ് ക്യാമ്പയിൻ അങ്ങനെയായിരിക്കും. അപ്പോൾ എന്ത് പ്രൊഡക്റ്റിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ എന്ത് സർവീസിനെ ബേസ് ചെയ്തിട്ട് എന്ന് ചെയ്ത ആഡ് ആണ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ നെയിം കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിന്റെ ആഡിന്റെ ഇതില്
ഈ ഒരു ഡാഷ്ബോർഡിൽ മാത്രമേ ഈ ഒരു നെയിം വിസിബിൾ ആവുള്ളൂ. നമുക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം, ഇന്നൊരു ദിവസം ഇന്ന ഇതിനു വേണ്ടി നമ്മൾ ചെയ്തതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്യാമ്പയിൻ നെയിം നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഡേറ്റ് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണമെങ്കിൽ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്തിടാം. ഇപ്പൊ അവയർനെസ് ക്യാമ്പയിൻ ഇന്നത്തെ ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് ഇടാം. ഞാൻ ഒരു ഡേറ്റ് അതിന്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലാവും, ഓ ഇന്ന ദിവസം ഞാൻ ചെയ്ത ആഡ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ ആഡ് കാറ്റഗറി ആണ്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ആഡ് ഇപ്പോ ക്രെഡിറ്റ് കാർഡ് ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു വെഹിക്കിൾ ലോൺസോ അല്ലെങ്കിൽ ലോങ് ടൈം ഫിനാൻസിങ്ങോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാർഡ് ബേസ് ചെയ്തിട്ടുള്ള ഓഫേഴ്സോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസോ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ആഡ് നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് ഇടാം. അതല്ല എങ്കിൽ എംപ്ലോയ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ജോബ് ഓഫേഴ്സോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസോ അതിനെ റിലേറ്റഡ് ആയിട്ട് എംപ്ലോയ്മെന്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസോ ഓഫേഴ്സോ ആണ് നമ്മുടെ ആഡ് എങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡഡ് ആണ് എങ്കിൽ നമുക്ക് എംപ്ലോയ്മെന്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഹോം ഇൻഷുറൻസ് അതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹൗസിംഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ ഉള്ളത് സോഷ്യൽ ഇഷ്യൂസ് അല്ലെങ്കിൽ എലക്ഷൻസ് ഓർ പൊളിറ്റിക്സ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ആഡ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ ആഡ് ചെയ്യാം. ഇതാണ് ഫേസ്ബുക്കിന്റെ സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടുള്ള 4 കാറ്റഗറി: ക്രെഡിറ്റ്, എംപ്ലോയ്മെന്റ്, ഹൗസിംഗ്, സോഷ്യൽ ഇഷ്യൂസ്, എലക്ഷൻ ഓർ പൊളിറ്റിക്സ്. ഓക്കെ, ഇതിലൊക്കെ ബേസ്ഡ് ആണെങ്കിൽ മാത്രം നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ ഉള്ളതാണ് ക്യാമ്പയിൻ ഡീറ്റെയിൽസിലാണ് ബൈയിങ് ടൈപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ബൈയിങ് ടൈപ്പ് എന്ന് പറയുന്നത് ഒക്കേഷനും റിസർവേഷനും ആയിട്ടുള്ള 2 ബൈയിങ് ടൈപ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ബൈയിങ് ടൈപ്പ് എന്താന്ന് പറഞ്ഞുതരാം. നമ്മൾ ഈ ക്യാമ്പയിനുകളിലൊക്കെ നമ്മൾ ക്യാഷ് പേ ചെയ്യുന്നതും ടാർഗറ്റ് ചെയ്യുകയും മെഷർ ചെയ്യുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ ബൈയിങ് ടൈപ്പ് എന്ന് പറയാം. ഓക്കെ, ഇത് എഡിറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, നമുക്ക് 2 ബൈയിങ് ടൈപ്പ് ആണുള്ളത്, ഒന്ന് ഒക്കേഷനും ഒന്ന് റിസർവേഷനും. ഒക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ ഇതൊരു ത്രൂ ഡൈനാമിക് ഒക്കേഷൻ ബിഡിങ് ബേസ് ചെയ്തിട്ടാണ് ഒക്കേഷൻ ബൈയിങ് ടൈപ്പ് കിടക്കുന്നത്. ഓക്കെ, പിന്നെ ഉള്ളത് റിസർവേഷൻ ആണ്. റിസർവേഷൻ എടുക്കുവാണെങ്കിൽ ഇതൊരു ഫിക്സഡ് കോസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു റിസർവേഷൻ ബൈയിങ് ടൈപ്പ് കിടക്കുന്നത്. നമുക്കിപ്പോ ഒക്കേഷൻ തന്നെ കിടന്നാൽ മതി, അത് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ നമ്മുടെ ക്യാമ്പയിന്റെ ഒബ്ജക്റ്റീവ്സ്, നമ്മൾ ചൂസ് ചെയ്ത ക്യാമ്പയിൻ ഏതാ? അവയർനെസ് ക്യാമ്പയിൻ ആണ്. അതുകൊണ്ട് ക്യാമ്പയിന്റെ ഒബ്ജക്റ്റീവ്സ് അവയർനെസ്. പിന്നെ ഉള്ളതാണ് AB ടെസ്റ്റ്. ഇത് വേണമെങ്കിൽ ഓൺ ചെയ്തിടാം, ഇല്ലെങ്കിൽ ഓൺ ചെയ്യേണ്ട. AB ടെസ്റ്റ് എന്താന്ന് നോക്കുവാണെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു ആഡില് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ ആഡ് വരുമ്പോൾ ഒരു പോസ്റ്റർ ആയിരിക്കും. ആ പോസ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഉണ്ടാവും, മെയിൽ ID ഉണ്ടാവും, നമ്മുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഓഫർ ബേസ് ചെയ്തിട്ടുള്ള ആഡ് ആണെങ്കിൽ എല്ലാം ആ ഒരു പോസ്റ്ററിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. നമ്മളിപ്പോ ഒരു പോസ്റ്റർ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അതിന് തന്നെ വേറൊരു വേർഷൻ നമുക്ക് ഫേസ്ബുക്ക് തരും കമ്പയർ ചെയ്യാനായിട്ട്. സോ ഒരു ആഡിന് തന്നെ വേറൊരു വേർഷൻ തരും. അതാണ് AB ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓൺ ചെയ്യണം എങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, പിന്നെ ഒരു അഡ്വാൻറ്റേജ് ക്യാമ്പയിൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളിത് ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണലി എമൗണ്ട് നമ്മൾ ഇതിൽ ചിലപ്പോൾ ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും. സോ ആ എമൗണ്ടിനേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ എമൗണ്ട് ചെലവാവാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ക്യാമ്പയിൻ എന്ന ഒരു പേജിൽ ഈ ഒരു ഫസ്റ്റ് ഒരു ക്യാമ്പയിൻ ആഡ് സെറ്റ് ആഡ് ഇങ്ങനെ 3 ലെവലാണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ നമുക്ക് ഫസ്റ്റ് ചെയ്യാനുള്ളത് നമുക്ക് ഈ ഒരു ക്യാമ്പയിൻ എന്ന പേജിൽ ചെയ്യാൻ ക്യാമ്പയിന്റെ നെയിം മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇതിൽ വേറെ ഒരു കാര്യവും നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാനില്ല. ക്യാമ്പയിൻ നെയിം മാത്രമേ ഈ ഒരു ക്യാമ്പയിന്റെ പേജിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ളൂ. ഇതിനുശേഷം നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം.
നെക്സ്റ്റ് പോകുന്നത് ആഡ്സെറ്റ് എന്ന് പറഞ്ഞ പേജിലോട്ടേക്കാണ്. ഇവിടെ നമുക്ക് വരുന്നുണ്ട് ആഡ്സെറ്റ് നെയിം. ഇത് മാറ്റണമെന്നില്ല, മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. കാരണം നമുക്കൊരു ക്യാമ്പയിൻ നെയിം നമ്മൾ മാറ്റിയല്ലോ, സോ അതിൽ തന്നെ ആയിരിക്കും ഇതെല്ലാം കിടക്കുന്നുണ്ടാവുക. അതുകൊണ്ട് ക്യാമ്പയിൻ നെയിം മാത്രം നമുക്ക് ചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ഇതിലത്തെ പെർഫോമൻസ് ഗോൾ എന്ന് പറയുന്നത് മാക്സിമം റീച്ച് ഓഫ് ആഡ്സ്. ഈ ഒരു ആഡിന്റെ ഗോൾ ഇപ്പൊ എന്തിനാണ്? മാക്സിമം റീച്ച് കിട്ടാനാണോ, നമ്മുടെ ആഡിന് റീച്ച് കിട്ടാനാണോ, അല്ലെങ്കിൽ നമ്മുടെ മാക്സിമം ഇംപ്രഷൻ കിട്ടാനാണോ, റീകോളിനാണോ? ഇപ്പൊ മാക്സിമം റീച്ച് തന്നെ കിടന്നാൽ മതി അവയർനെസ് ആഡ് ആയ കാരണം. നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്തിട്ടാൽ മതി. ഇതിനുശേഷം നമ്മുടെ ഫേസ്ബുക്കിലെ ഏത് പേജ് ത്രൂ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടൈം എടുത്ത പേജിന്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കുള്ളൂ. ഇതെനിക്കിപ്പോ ഒരുപാട് പേജ് ഞാൻ ആഡ് ചെയ്ത് ഇട്ടത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ വന്നത്. നമ്മുടെ പേജ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അതുകൊണ്ട് ആ പേജിലോട്ടേക്ക് മാറ്റുക. ഓക്കെ, ഇനിയുള്ളതാണ് ബിഡ് കൺട്രോൾ. ഇത് ഓപ്ഷനിലാണ്. ബിഡ് എന്ന് പറയുന്നത് ഒരു ആക്ഷന് പോകുന്ന എമൗണ്ട് ആയിരിക്കും. ചിലപ്പോൾ ഒരു ക്ലിക്കിനാവാം, അല്ലെങ്കിൽ ഒരു ഇംപ്രഷൻ ആവാം പോകുന്നത് നമ്മുടെ ആഡ് കാണുമ്പോൾ. ഇത് ശരിക്കും ഗൂഗിൾ ആഡ്സിൽ മാത്രമേ ബിഡ് സെറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആഡിൽ, ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ബിഡ് ചെയ്യണം എന്നില്ല, ഓപ്ഷനിലാണ്. നമുക്ക് വേണമെങ്കിൽ 10 രൂപ അല്ലെങ്കിൽ 10 രൂപയ്ക്കോ നമുക്ക് വേണമെങ്കിൽ ഒരു ബിഡ് സെറ്റ് ചെയ്യാം. സോ ഇപ്പൊ നമ്മുടെ ആഡ് റണ്ണായി കഴിയുമ്പോൾ, ആഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതാണ് ബിഡ്. ഒരു 10 രൂപയ്ക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു ആഡ് കാണുന്നവര് ക്ലിക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ നിന്ന് 10 രൂപ പോകും. അങ്ങനെയാണ് ബിഡ്, ഒരു ആക്ഷൻ പോകുന്ന എമൗണ്ട്. പിന്നെയുള്ളത് ചെയ്യാനുള്ളത് ബഡ്ജറ്റിലാണ്. ഇതിപ്പോ ഡെയിലി 200 ബഡ്ജറ്റ് നമ്മൾ വെച്ചേക്കുന്നത്. നമുക്ക് ലൈഫ് ടൈം ബഡ്ജറ്റും ഉണ്ട്. ലൈഫ് ടൈം ബഡ്ജറ്റ് വെക്കുവാണെങ്കിൽ കണ്ടോ 14,000 രൂപ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും. അതെല്ലാം എങ്കിൽ ഡെയിലി ബഡ്ജറ്റ് ആണെങ്കിൽ ഡെയിലി നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പൊ 200 രൂപയാണ് ഡെയിലി വെക്കുന്നത് എങ്കിൽ ഇവർ തന്നെ പറയുന്നുണ്ട് 200 രൂപ വെച്ചാലും ചിലപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് 250 എങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായേക്കാം എന്ന്. നമുക്കിത് 200 അല്ല 100ലും നമുക്ക് ഈ ഒരു എമൗണ്ട് ഡെയിലി ബഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. ഇപ്പൊ 100 വെച്ചാലും അവർ പറയും ചിലപ്പോ ഒരു 150 എങ്കിലും ചിലപ്പോ ചെലവായേക്കാം എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ എമൗണ്ട് ചേഞ്ച് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കും. ഡെയിലി ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പോകും. പിന്നെ നമുക്ക് ഡേറ്റ് വെക്കാം. ഇപ്പോ ഇന്ന ദിവസം ഇപ്പോ ഈ ഒരു ടൈമിൽ, ഇന്ന ദിവസം ഈ ഒരു ടൈമിൽ നമ്മുടെ ആഡ് റൺ ആവണം. ഇപ്പൊ നമ്മളിപ്പോ ഇന്നാണ് ഇപ്പൊ നമ്മൾ ഫ്രീ ആയിട്ടുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണ് ആഡ് ഇപ്പൊ ഇന്ന് സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നാളത്തെ ഡേറ്റ് നമുക്ക് ഇടാം. അപ്പൊ നാളത്തെ ടൈമിൽ 10 മണിയാവുമ്പോൾ ആഡ് ഓട്ടോമാറ്റിക്കലി റൺ ആയിക്കോളും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ എൻഡ് ഡേറ്റ് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പൊ ഒരാഴ്ചത്തേക്ക് നമ്മുടെ ആഡ് പോയാൽ മതിയെങ്കിൽ ആ ഡേറ്റ് നോക്കിയിട്ട് നമുക്ക് ഈ ഒരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കാണോ, എത്ര ദിവസം തുടങ്ങി എത്ര ദിവസം വരെ നമ്മുടെ ആഡ് പോകണോ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ആ ഒരു എൻഡ് ഡേറ്റും ഇത്ര ടൈമിൽ 12 മണിയാണെങ്കിൽ ഇന്ന ദിവസം ഈ ഒരു ടൈമിൽ നമ്മുടെ ആഡ് സ്റ്റോപ്പ് ആവണമെങ്കിൽ അങ്ങനെ ചെയ്തു വെക്കും. ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ആയിക്കോളും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഓഡിയൻസ് കൺട്രോൾ. സോ ലൊക്കേഷൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആട്ടോ. ലൊക്കേഷനും ഓഡിയൻസും ആണ് ഈ ഒരു ഫേസ്ബുക്ക് ആഡിൽ. ഇപ്പൊ അവയർനെസ് ആഡ് അല്ല, ലീഡ് ആയാലും സെയിൽസ് ആയാലും ഏത് ആഡ് എടുത്താലും നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ലൊക്കേഷനും ഓഡിയൻസിനെയും ആണ് ടാർഗറ്റ് ചെയ്യാനായിട്ട്. ഇപ്പൊ ഇതിൽ ഞാൻ ലൊക്കേഷൻ എഡിറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ഇന്ത്യയാണ് കിടക്കുന്നത്. ഒരിക്കലും നമ്മൾ ഇന്ത്യ വെക്കരുത്. കാരണം നമ്മുടെ ഇവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്തിട്ടാണെങ്കിൽ, ഇവിടെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാരെയാണ് നമുക്ക് ടാർഗറ്റ് ചെയ്യേണ്ടത് എങ്കിൽ ആ ഒരു ലൊക്കേഷൻ നമ്മൾക്ക് ചൂസ് ചെയ്യാം. ഇന്ന ലൊക്കേഷനിലുള്ളവരെ വേണം നമുക്ക് വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ആഡിൽ, ഫേസ്ബുക്ക് ആഡിൽ ഒരിക്കലും നമ്മൾ ഇന്ത്യ വെക്കരുത്. സ്പെസിഫൈ ചെയ്ത് നമ്മൾ ചൂസ് ചെയ്യണം ലൊക്കേഷൻ. ഇപ്പൊ ഞാനിവിടെ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം വെക്കുവാണ്.
ഞാൻ സെലക്ട് ചെയ്തു. കണ്ടോ, നമുക്ക് ഈ ഒരു റേഡിയസ് ശ്രദ്ധിക്കുമ്പോൾ 40 കിലോമീറ്ററിലാണ് കിടക്കുന്നത്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ഒരു റൗണ്ട് വന്നിട്ടുള്ളതിൽ പകുതി വെള്ളത്തിലോട്ടേക്കാ പോയേക്കുന്നത്, കടലിലോട്ടേക്കാ പോയാണ്. അവിടെ പോയിട്ട് അവിടെ നമുക്ക് ഓഡിയൻസ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ടില്ല. അപ്പൊ നമ്മളത് റേഡിയസ് കുറയ്ക്കണം. അത് കുറയ്ക്കാനായിട്ട് ഈ ഒരു ബ്ലാക്ക് ആരോ കണ്ടോ, അത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം കുറയ്ക്കാം. ഓക്കെ, 20 ആക്കി. എന്നാലും കുറച്ചു ഭാഗം വെള്ളത്തിലോട്ട് പോയിട്ടുണ്ട്, അതും മാറ്റണം. കണ്ടോ, ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് ഇതും. പിന്നെ നമുക്കിപ്പോ ഇതിനകത്ത് പുതുക്കാട്, വടക്കാഞ്ചേരി ഒക്കെ നമുക്ക് തൃശ്ശൂരിൽ ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഇൻക്ലൂഡ് ആണ്. ഇത് സൂം ചെയ്യുകയാണെങ്കിൽ അതിൽ വരുന്ന വേറെ സ്ഥലങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വേറൊരു സ്ഥലം ഇവിടെ തന്നെ നമുക്ക് ചൂസ് ചെയ്യണം. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഡ്രോപ്പ് പിൻ ഉണ്ട്, സോ അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഏത് സ്ഥലമാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്? ഇപ്പൊ വടക്കാഞ്ചേരി ആണ് എങ്കിൽ അവിടെ നമുക്ക് ആ ഡ്രോപ്പ് പിൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, കണ്ടോ. ഇനി നമുക്ക് വേറെ സ്ഥലം വേണമെങ്കിൽ ഡ്രോപ്പ് പിൻ സെലക്ട് ചെയ്യാം. ഇപ്പൊ പാലക്കാട് വേണമെങ്കിൽ പാലക്കാടിൽ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാം. കണ്ടോ, ഇപ്പൊ ഇന്ന ആ ഒരു റേഡിയസിൽ വരുന്ന ഒരു ഓഡിയൻസിനെ നമ്മൾ എടുക്കും. ഇപ്പൊ ആ ഒരു ലൊക്കേഷൻ ബേസ് ചെയ്ത് മാത്രമേ ആഡ് പോളൂ. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ആഡ് ആ ലൊക്കേഷനിൽ ഇപ്പൊ ആ ഒരു റേഡിയസിന്റെ ഉള്ള ആ സ്ഥലങ്ങളിൽ മാത്രം കവർ ചെയ്തിട്ടുള്ള ആൾക്കാർക്കായിരിക്കും നമ്മുടെ ആഡ് പോവുക. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ഉള്ള രണ്ട് മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞില്ലേ. ഒന്ന്, നമ്മൾക്ക് വെള്ളത്തിലോട്ട് കടലിലോട്ടേക്ക് പോകാൻ പാടില്ല. ആ ഒരു സർക്കിള് കടലിലോട്ടേക്ക് പോകാൻ പാടില്ല. പിന്നെ ഓവർലാപ്പ് ആവാൻ പാടില്ല. ഇവിടെ കണ്ടോ, ഒന്നിന്റെ ഈ പാലക്കാടും ഇതും തമ്മിൽ ജസ്റ്റ് മുട്ടിയിട്ടുണ്ടെന്നേ ഉള്ളൂ, ഓവർലാപ്പ് ആയിട്ടില്ല. ഇവിടെ കണ്ടോ, ഒന്നിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് വന്നിട്ടുള്ളത്, അങ്ങനെ വരാൻ പാടില്ല. അതപ്പോ നമ്മൾ നോക്കിയിട്ട് ആ ഒരു റേഡിയസ് നമ്മൾ കുറയ്ക്കണം. കണ്ടു, ഇപ്പൊ ജസ്റ്റ് മുട്ടിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോ ഇപ്പൊ ഞാൻ പാലക്കാട് ചൂസ് ചെയ്തു. എനിക്കിപ്പോ പാലക്കാട് ഉള്ള ആൾക്കാരെ എനിക്ക് ടാർഗറ്റ് ചെയ്യേണ്ട എന്നാണെങ്കിൽ, നമുക്കിപ്പോ സ്ഥലം വേണ്ട എന്നാണെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു ക്ലോസ് ഉണ്ട്. ഏതാണ് നോക്കാം. കണ്ടോ, ഇത് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുന്ന ടൈം, മൗസ് കൊണ്ട് വെക്കുന്ന ടൈമിൽ ഒരു ഡാർക്ക് ഷെയ്ഡ് വരുന്നുണ്ട്. കണ്ടോ, അപ്പൊ ഏതാണ് നമുക്ക് വേണ്ടാത്തത് എങ്കിൽ നമുക്കത് ജസ്റ്റ് ആ ഒരു ഇൻറ്റു ഞെക്കി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലം പോയിക്കോളും. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഏജ് ബേസ് നോക്കാം. മിനിമം ഏജ് 80 ആണോ? അത് നമുക്ക് ഏജ് ഇവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. 20 വേണമെങ്കിൽ 20 കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഓഡിയൻസ്. ഇത് ഓപ്ഷനിലാണ്, പക്ഷെ ഇത് കൊടുക്കാം. ഏജ് ഇവിടെ എത്ര ഏജ് തുടങ്ങി എത്ര ഏജ് വരെയുള്ളവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം. ഇപ്പൊ 20 തുടങ്ങിയപ്പോ ഞാനിപ്പോ ഒരു 40 വരെ ഏജ് ഇടയിലുള്ളവരെയാണ് ഞാനിപ്പോ ടാർഗറ്റ് ചെയ്യണത് എങ്കിൽ അങ്ങനെ നോക്കാം. ജെൻഡർ വേണമെങ്കിൽ നമുക്ക് ഓൾ ജെൻഡർ ആണെങ്കിൽ ഓക്കെ. ഇപ്പൊ ഫീമെയിൽസിന് മാത്രമുള്ള, വുമൻസിന് മാത്രമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ആണ് നമ്മളിപ്പോ പ്രൊഡക്റ്റിന്റെ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വുമൻസ് മാത്രം നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്തിടാം. അതെല്ലാം രണ്ടുപേർക്ക്, മെന്നിനും വുമണിനും കൂടി ഉള്ളതാണെങ്കിൽ നമുക്കത് ഓൾ കൊടുക്കാം. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ്. ഇതെടുക്കാം. ഡെമോഗ്രാഫിക്സും ഇൻട്രസ്റ്റും ബിഹേവിയറും ഒക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിത് എഡ്യൂക്കേഷൻ ബേസ് ചെയ്ത കാരണം ഞാൻ എഡ്യൂക്കേഷൻ തന്നെ സെർച്ച് ചെയ്യുവാണ്. എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എഡ്യൂക്കേഷണൽ ടെക്നോളജി ചൂസ് ചെയ്തു. ഇപ്പൊ റെസ്റ്റോറന്റ് ബേസ് ചെയ്തിട്ടുള്ള ആഡ് ഒക്കെയാണ് നമ്മൾ ചെയ്യണമെങ്കിൽ ഫുഡ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാട്ടോ.
കണ്ടോ ഇതേപോലെ നമുക്ക് ഓഡിയൻസിന്റെ എടുക്കാം. അതില് ഓഡിയൻസിന്റെ സൈസ് ഒക്കെ ദേ ഇവിടെ കാണുന്നുണ്ടോ? ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈസ്. ഓക്കെ, ഈ ഒരു ആഡ് സെറ്റില് നമുക്ക് ഇത്രേ കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. നമ്മൾ ക്യാമ്പയിനിൽ ചെയ്യാനുണ്ടായത് ജസ്റ്റ് ക്യാമ്പയിന്റെ നെയിം മാത്രമേ ചേഞ്ച് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു ആഡ് സെറ്റിൽ വരുമ്പോൾ ചേഞ്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഗോൾ നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, വേണമെങ്കിൽ മാറ്റാം. പിന്നെ പേജ് സെലക്ട് ചെയ്തിടണം. പിന്നെ ഉള്ളത് ബഡ്ജറ്റ് സെറ്റ് ചെയ്യണം, ഷെഡ്യൂൾ ആഡ് ഷെഡ്യൂൾ ചെയ്തിടണം. എത്ര ദിവസം തുടങ്ങി എത്ര ദിവസം വരെ, അത് ഇന്ന ടൈമിലാണ് നമ്മുടെ ആഡ് റൺ ആവേണ്ടെങ്കിൽ ആ ഒരു ടൈം നമുക്ക് ഷെഡ്യൂൾ ചെയ്തിടണം. പിന്നെ ഉള്ളത് ലൊക്കേഷനും ഓഡിയൻസിനെ ടാർഗറ്റിങ്ങും ആണ് വരുന്നത്. ഈ ഒരു പേജിൽ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ലൊക്കേഷനും ഓഡിയൻസിനെ സെലക്ട് ചെയ്യുന്നതുമാണ് മെയിൻ ആയിട്ട് ഈ ഒരു ആഡ് സെറ്റിൽ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ആഡ് സെറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. സോ നെക്സ്റ്റ് വരുന്നത് ആഡ് ആണ്. ഓക്കെ, ഇവിടെ വരുന്നുണ്ട് ആഡിന് വേണം നമുക്കൊരു നെയിം കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു ഫോർമാറ്റ് വരുന്നുണ്ട്. കണ്ടു, സിംഗിൾ ഇമേജ് ആണോ അല്ലെങ്കിൽ നമ്മളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കെറോസിലാണോ? കെറോസിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊഡക്റ്റ് നമുക്ക് ആഡ് ചെയ്തിടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും ബേസ്ഡ് കളക്ഷൻസ് ആണോ ആഡ് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇവിടെ ഏതാണോ നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോ ഞാനിപ്പോ ഒരു സിംഗിൾ ഇമേജിന്റെ ഒരു ആഡ് ആണ്, ആ ഒരു പോസ്റ്റർ ആണെങ്കിൽ ഓക്കെ, ആ ഒരു പോസ്റ്റർ എടുത്തു, അതിൽ സിംഗിൾ ഇമേജ് തന്നെ. ഇവിടെയാണ് നമ്മൾ ആഡ് ക്രിയേറ്റീവ് കണ്ടു മീഡിയ, ഇവിടെയാണ് നമ്മൾ ആ ഒരു മീഡിയ ആഡ് ചെയ്തിടേണ്ടത്. ഇതിൽ നമുക്ക് ആഡ് ഇമേജ്, വീഡിയോ ആണോ ഇമേജ് ആണെങ്കിൽ നമുക്ക് ഏതാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോ ഇമേജ് ആണ് എങ്കിൽ ആഡ് ഇമേജ് കൊടുക്കാം. ഓക്കെ, ഇതില് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സോ അപ്ലോഡ് എടുക്കാം. നമ്മൾ മുന്നമേ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റേഴ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് ഇവിടെ അത് സെലക്ട് ചെയ്യാം. ഇല്ല എങ്കിൽ നമുക്കൊരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ആ ഒരു പോസ്റ്റർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ ന്യൂ ടാബ് എടുക്കുക. അവിടെ ക്യാൻവ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. ഓക്കെ, ക്യാൻവ. ഇതിൽ നമുക്ക് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. ടെംപ്ലേറ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതിൽ നമുക്ക് മാറ്റാനായിട്ട്. കണ്ടോ, ഇതിൽ നമുക്ക് ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും പോസ്റ്റർ ആണെങ്കിൽ അത് ചെയ്യാം. ഫേസ്ബുക്കിലെ പോസ്റ്റർ ആണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ പോസ്റ്റർ ആണെങ്കിൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് റെസ്യൂംസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു ക്യാൻവയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതില് കണ്ടു പോസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ പോസ്റ്റർ എടുത്തു. ഓക്കെ, നമുക്ക് സെർച്ച് ചെയ്യാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റർ ആണ്. ഇപ്പൊ വി ആർ ഹയറിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റേഴ്സ് ഇവിടെ കിടക്കുന്നുണ്ട് ഡെമോ പോലെ. നമുക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഏതാണോ നമുക്ക് ഇഷ്ടപ്പെട്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. പിന്നെ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുമ്പോൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ താഴെ റൈറ്റ് സൈഡിൽ താഴെ കണ്ടു പ്രോ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെയുള്ളത് എടുക്കരുത്, അത് പെയ്ഡ് വേർഷൻ ആയിരിക്കും. ആ ടെംപ്ലേറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റില്ല, പ്രീമിയം ആയിരിക്കും, പൈസ കൊടുക്കേണ്ടി വരും. അപ്പം മിക്കതും ഫ്രീ ആയിട്ടുള്ളത്, അങ്ങനെ ഒരു പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ലാതെ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റേഴ്സ് നമ്മൾ അതിൽ ചൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പൊ ഞാൻ എഡ്യൂക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് നമുക്ക് എഡ്യൂക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ കണ്ടു എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സ് കിടക്കുന്നുണ്ട്. നമുക്കിത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി നല്ല ടെംപ്ലേറ്റ് പ്രീമിയത്തിലായിരിക്കും വരിക. കണ്ടു, പ്രീമിയം ക്വാളിറ്റിയിൽ കുറച്ചുകൂടി നല്ല ടെംപ്ലേറ്റ് വരുന്നുണ്ട്. പക്ഷെ പൈസ കൊടുത്ത് മേടിക്കണം എന്നുള്ളൊരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ഈ ഒരു ടെംപ്ലേറ്റ് ഞാൻ ചൂസ് ചെയ്തു. ജസ്റ്റ് കാണിച്ചു തരാനായിട്ട് മാത്രം ചൂസ് ചെയ്തതാട്ടോ. ഇപ്പൊ നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ലോഗോയുടെ അവിടെ നമ്മുടെ കമ്പനിയുടെ ലോഗോ നമുക്ക് വെക്കാം. ഫുൾ കാര്യങ്ങൾ ഈ ഒരു പോസ്റ്റർ ഇപ്പൊ മെഡിക്കൽ സെന്റർ ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആണ് എങ്കിൽ നമുക്കിതിപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റർ ആക്കണമെങ്കിൽ ഫുൾ കാര്യങ്ങൾ ഇതിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഇപ്പൊ നമുക്ക് ലോഗോ കൊണ്ടുവരണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓട്ടോമാറ്റിക് ഇവിടെ ഉള്ളത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇവിടെ സൈഡിൽ അപ്ലോഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അതിൽ അപ്ലോഡ് ഫയൽ ഉണ്ടാവും. സോ നമ്മൾ കൊടുത്ത ആ ലോഗോ നമുക്ക്
സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് അപ്ലോഡ് ആക്കാം. ലോഗോ നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കിപ്പോൾ ഡിലീറ്റ് ചെയ്ത് മാറ്റണമെങ്കിൽ ഇതേ ഈ ഒരു ഫോണ്ടിൽ തന്നെ നമുക്ക് അത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇപ്പൊ ഈ ഒരു ഇമേജ് നമുക്കിവിടെ മാറ്റണം, വേറൊരു ഇമേജ് ആണെങ്കിൽ ഓക്കെ. ഫ്രെയിമിലാണ് ആ ഒരു ഇമേജ് വെച്ചിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഇമേജ് ആണോ ഫ്രെയിം ആണോ മാറ്റണമെന്ന് വെച്ചാൽ അങ്ങനെ ചൂസ് ചെയ്യും. ഇപ്പൊ ഞാൻ ഈ ഒരു ഇമേജ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ജസ്റ്റ് ഇമേജ് തന്നെ അവിടെ ക്ലിക്ക് ചെയ്യുക, ഡിലീറ്റ് ഇമേജ് കൊടുക്കുമ്പോൾ ആ ഒരു ഇമേജ് പോയിക്കോളും. നമുക്കിനി മുന്നമേ നമ്മൾ ചൂസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ആണെങ്കിൽ നമുക്കതിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഇതേപോലെ വന്നോളൂ. ഇത് നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാ, കണ്ടോ? നമുക്ക് ഇതിന്റെ കളർ മാറ്റണമെങ്കിൽ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ടു കളർ എന്നുള്ള ബോക്സ് വന്നു. അവിടുത്തെ കളർ നമുക്ക് മാറ്റണമെങ്കിൽ നമുക്ക് ഓക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾക്കുള്ള ഡീറ്റെയിൽസ്, കാരണം ഈ ഒരു പോസ്റ്ററിലായിരിക്കും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോ എല്ലാം നമ്മൾ ഈ ഒരു പോസ്റ്ററിൽ വേണം കൊടുക്കാനായിട്ട്. ഇപ്പൊ ജസ്റ്റ് ഞാൻ ഫുൾ പോസ്റ്റർ ഞാൻ എഡിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് എങ്ങനെയാണ് ഒരു പോസ്റ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് കാണിച്ചു തന്നത്. ഇതിൽ നമുക്ക് ഇഷ്ടംപോലെ ടെംപ്ലേറ്റ്സ് ഉണ്ടാവും. ഡിസൈൻസിൽ പോയി കഴിഞ്ഞാൽ സെർച്ച് ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ ഒരു ടെംപ്ലേറ്റ് ചൂസ് ചെയ്തുകൊണ്ട് അതുമായി ബേസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ് പിന്നെ വന്നിട്ടുള്ളത്. ഓക്കെ, ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഇമേജ് ആയിക്കോട്ടെ ടെക്സ്റ്റ് ആയിക്കോട്ടെ എല്ലാം നമുക്ക് മാറ്റിയെടുക്കാം. ഇവിടെ കണ്ടോ ഈ ഒരു വേറെ ഏതോ സൈറ്റിന്റെ ഇതാണ് വെച്ചിട്ടുള്ളത്, വെബ്സൈറ്റിന്റെ ലിങ്ക്. നമുക്ക് നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ വെക്കാം. കോൾ നൗ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നമ്പർ ഇവിടെ വെക്കാം. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ ഫുള്ള് മാറ്റുന്നില്ല. ഞാനിപ്പോ ഈ ഒരു പോസ്റ്റർ ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ മേലെ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ കണ്ടു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി ഡൗൺലോഡ് കൊടുക്കാം. ഓക്കെ, അത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആഡ്സ് മാനേജറിലോട്ടേക്ക് വരാം. ഇവിടെ നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് കൊടുക്കാം. ഡൺ. ഓക്കെ, നമ്മുടെ ആ ഒരു പോസ്റ്റർ ഇവിടെ ആയിട്ടുണ്ട്. നമുക്കിവിടെ പ്രിവ്യൂ കാണാം കേട്ടോ. ഇനി പ്രൈമറി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഹെഡിങ് കണ്ടു പ്രിവ്യൂല്, അതിന് താഴെയായിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് വരാം. ഓക്കെ, കണ്ടോ ഈ ഒരു പോസ്റ്ററിന്റെ മേലെ ആയിട്ടാണ് ഇപ്പോൾ ഞാൻ കൊടുത്ത ഒരു പ്രൈമറി ടെക്സ്റ്റ് വന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളത് കൊടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറൊരു സജസ്റ്റ് ചെയ്യൂ കേട്ടോ ടെക്സ്റ്റ് വേരിയേഷൻ. നമുക്ക് ഫേസ്ബുക്ക് തന്നെ കുറച്ച് ഇപ്പോൾ ഞാൻ അൺലോക്ക് ദി പവർ ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു പ്രൈമറി ടെക്സ്റ്റ് ആണ് കൊടുത്തത്. പക്ഷെ അതിന്റെ അടിയിൽ കണ്ടു അൺലോക്ക് യുവർ ബ്രാൻഡ്സ് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൈമറി ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ആയിക്കോളും. ഞാനിപ്പോ ഇതൊന്നും എടുക്കുന്നില്ല.
ഓക്കെ, പിന്നുള്ളത് ലാംഗ്വേജ് എന്നുള്ളതാണ്. ഇത് ഓഫ് ആയിട്ട് തന്നെ കിടന്നാൽ മതി. ഏതൊക്കെ ലാംഗ്വേജിലോട്ട് നമ്മുടെ ആഡ് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്ഷൻ ആണ്, അത് ഓഫ് ആയിട്ട് തന്നെ കിടന്നാൽ മതി. ഓക്കെ ഓക്കെ, പിന്നുള്ളതാണ് ട്രാക്കിംഗ്. ഇതിൽ വെബ്സൈറ്റ് ബേസ് ചെയ്ത് നമ്മൾ പിക്സൽ കണക്ട് ചെയ്യും വെബ്സൈറ്റിൽ. ആ ഒരു ട്രാക്കിംഗ് ആണ്. ഈ ഒരു സെക്ഷൻ വേറൊരു ടോപ്പിക് ആയിട്ട് മാത്രം എടുത്തു തരാം കേട്ടോ. ഓക്കെ, ഇത് അവയർനെസ് ആഡ് ആയ കാരണം നമുക്ക് ഇതിൽ ഇത്രയും ആഡ് ചെയ്യാനുള്ളൂ. ഇപ്പൊ എൻഗേജ്മെന്റ് ആഡ് ഒക്കെ ആണ് എങ്കിൽ നമുക്കിപ്പോ അടിയിലൊരു കോൾ ടു ആക്ഷൻ വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. സെൻഡ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞൊരു കോൾ ടു ആക്ഷൻ ബട്ടൺ ഒക്കെ ഡിസ്ക്രിപ്ഷനും കോൾ ടു ആക്ഷൻ ബട്ടണും ഹെഡ്ലൈൻസ് ഒക്കെ വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. ഇത് നമുക്ക് അവയർനെസ് ആഡ് ആയ കാരണം നമുക്കൊരു പ്രൈമറി ടെക്സ്റ്റിന്റെ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ചെയ്തതിന്റെ പ്രിവ്യൂ ഫുൾ ഇവിടെ കാണാം. ഇതിന് താഴെ കണ്ടു നമ്മുടെ കമ്പനിയുടെ ആ ഒരു പേജ് നെയിം. നമ്മുടെ പേജ് നെയിമിന്റെ അടിയിൽ കണ്ടു സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത്, നമ്മള് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ സ്പോൺസേഡ് എന്ന് പറഞ്ഞിട്ട് ആഡ് വരുമെന്ന്. ഇതാണ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന് ശേഷം ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പബ്ലിഷ് ആണ്. പബ്ലിഷ് കൊടുക്കാം. ഇനിയിപ്പോ പേയ്മെന്റ് മെത്തേഡ് വരും. കണ്ടോ, നമ്മുടെ ബിസിനസ് ഇൻഫോർമേഷൻസും നമ്മുടെ ബിസിനസിന്റെ നെയിമും ബിസിനസ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഇത് സേവ് ചെയ്ത് ഇടണം. ഓക്കെ, ഇത് സെപ്പറേറ്റ്ലി ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് കാട്ടിത്തരാവേ. ഇതിനുശേഷം പബ്ലിഷ് ആണ്. പക്ഷെ പബ്ലിഷ് ആവണമെങ്കിൽ നമ്മുടെ ഈ ഒരു ബിസിനസ് ഇൻഫോർമേഷൻസും പേയ്മെന്റ് മെത്തേഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആഡ് റൺ ആവുകയുള്ളൂ. അപ്പൊ ഇത് നമ്മൾ ബാക്ക് അടിച്ച് പോയാലും ഇതിപ്പോ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. പക്ഷെ പേടിക്കേണ്ട, ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവില്ല. ഇത് നമ്മുടെ ഡാഷ്ബോർഡിൽ ഡ്രാഫ്റ്റിൽ ഇത് കിടക്കുന്നുണ്ടാവും. ഓക്കെ, ഞാനിപ്പോ ക്ലോസ് ചെയ്യുവാണ്. കണ്ടോ, ഇപ്പൊ ഒരു ഡ്രാഫ്റ്റില് ഈ ഒരു ആഡ് വന്ന് കിടക്കുന്നത് ഡിലീറ്റ് ആയി പോയിട്ടില്ല. ഓക്കെ, ഇനി ഈ ഒരു ആഡ് നമ്മൾ ചെയ്യുന്നതിന് മുന്നേ ഏറ്റവും ഫസ്റ്റ് പേജും കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഇത് ഈ ഒരു ഡാഷ്ബോർഡ് തന്നെ ഈ ഒരു സൈഡിൽ കിടക്കുന്നുണ്ടാവും, ബില്ലിംഗ് ആൻഡ് പേയ്മെന്റ്. സോ അത് സെലക്ട് ചെയ്യാം. ഇത് കണ്ടു, ബിസിനസ് ഇൻഫോർമേഷൻസ് ആഡ് ചെയ്തിടണം. പിന്നെ പേയ്മെന്റ് സെറ്റിംഗ്സ് എടുക്കുവാണെങ്കിൽ കണ്ടോ, ആഡ് ഫണ്ട്. ഒരു 1000 രൂപയെങ്കിലും നമ്മൾ ഒരു അക്കൗണ്ടിൽ കയറ്റിടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഡെബിറ്റ് കാർഡ് ബേസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ബേസ് ചെയ്തിട്ടാണോ നമ്മുടെ പേയ്മെന്റ് മെത്തേഡ് എങ്കിൽ അത് സെലക്ട് ചെയ്യാം. അതല്ല UPI ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ഏതാണോ എന്ത് ത്രൂ ആണോ നമ്മൾ ഇതിനകത്തേക്ക് പൈസ ആഡ് ആക്കാൻ പോകുന്നത് എങ്കിൽ നമുക്ക് ഏതാണോ പേയ്മെന്റ് മെത്തേഡ് എന്ന് വെച്ചാൽ നമുക്കത് ചൂസ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് എടുക്കാം. കണ്ടു, പിന്നെ ബിസിനസ് ഇൻഫോർമേഷൻസും കാര്യങ്ങളെല്ലാം കൊടുത്ത് സേവ് ചെയ്തിട്ട് ആ ഒരു ഫണ്ട് നമ്മൾ ഈ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആഡ് ചെയ്തിടണം. അപ്പൊ ഇവിടെ നമ്മളിപ്പോ ആഡ് ചെയ്തിട്ട ഫണ്ട് ഇവിടെ അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഫണ്ട് ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആഡ് റൺ ആവുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോ പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നില്ലേ? ഓക്കെ, പബ്ലിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വന്നെടുത്ത് അത് ആഡ് പബ്ലിഷ് ആവണമെങ്കിൽ ഇതേപോലെ പേയ്മെന്റ് മെത്തേഡ് കയറ്റിയിട്ടാൽ മാത്രമേ നമ്മുടെ ആഡ് പബ്ലിഷ് ആവുള്ളൂ. ഓക്കെ, ഇതാണ് ഇപ്പൊ ചെയ്ത ആഡ്. ഇനിയിപ്പോ ഇതിപ്പോ പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ ആഡിന്റെ അവിടെ ആക്റ്റീവ് എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ അതിന് എത്ര രൂപ ചെലവായി, എത്ര ഇംപ്രഷൻ ഉണ്ട്, എത്ര റീച്ച് ഉണ്ട്, കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു ഡാഷ്ബോർഡിൽ അറിയാൻ പറ്റും. ഇപ്പൊ 1000 രൂപയാണ് നമ്മൾ കയറ്റിയിട്ടുള്ളതെങ്കിൽ എമൗണ്ട് സ്പെൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും എത്ര റീച്ച് ഉണ്ട്, എത്ര ഇംപ്രഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളിത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഇത്ര ദിവസത്തില് ഇപ്പോ 200 രൂപ ചെലവായി, 400 രൂപ ചെലവായി, കാര്യങ്ങളെല്ലാം ഈ ഒരു എമൗണ്ട് സ്പെൻഡ് എന്ന് പറഞ്ഞു കൊടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഇതാണ് അവയർനെസ് ആഡ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്
ട്രാഫിക് എൻഗേജ്മെന്റ്, ലീഡ്സ്, ആപ്പ് പ്രൊമോഷൻ, സെയിൽസ്, ഇത്രയും കാര്യങ്ങൾ ഉണ്ട് ഇനി ചെയ്യാൻ. അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ.